ഉപ്പുമാങ്ങ ഇഷ്ടമില്ലാത്തല്ല ആരുള്ളത് ഞങ്ങളെ കൊതിപ്പിക്കുകയാണെന്ന്. നല്ലോണം അരിച്ചിട്ടില്ല കേട്ടോ. എന്താ അറിയോ, അതൊക്കെ മീശല്ല അരിപ്പായിട്ട്. ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. രാവിലെ നീക്കാൻ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. നീച്ച നേരം കൊണ്ട് തന്നെ നമ്മളെ പണികൾ വേഗം ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എനർജി ഡ്രിങ്ക്, അതായത് ഒരു പാൽ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഗുഡ് ലൈഫിൻ്റെ പാലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ 2 ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നല്ല ഏലക്കായും പിന്നെ ചായപ്പൊടിയൊക്കെ ഒന്നിച്ചാക്കിയിട്ടുണ്ടായിരുന്ന പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നല്ലൊരു ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തുനിന്ന് കഴിക്കാൻ കൊതിയാകുമ്പോൾ പുറത്തുനിന്ന് കഴിക്കുക എന്നുള്ള രീതിയിൽ ഇതാക്കണ ഒരു ടേബിളും ഏട്ടനെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പണി മുഴുവനായിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഇനി പെയിൻറ്റൊക്കെ അടിച്ചൊന്നിട്ട് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ അതിൽ ഇരുന്നിട്ട് ചായ കുടിക്കുന്നത്. ഇന്നലത്തെ പണിയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ 2 പേരും ഓരോ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് തുടങ്ങായല്ലോ അടുക്കളയിലെ യുദ്ധം. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് കേട്ടോ ഈ ചായ. അത് പിന്നെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അതായത് നമ്മളെ ചിന്നപ്പനൊന്ന് സ്കൂളിലേക്ക് പോകാൻ 10 മണിയാകും ബസ് വരാൻ. പിന്നെ അമ്മൂനൊന്ന് പരീക്ഷയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് പണികളൊക്കെ കുറച്ച് താറിയിട്ടുണ്ട്. എണീക്കാൻ തന്നെ നേരം വൈകിയിട്ടുണ്ടായിരുന്നു. 7 മണിയൊക്കെ ഉണ്ടാവും എണീക്കാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ചപ്പാത്തിക്ക് കുഴക്കുകയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും ഇത്തിരി ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുഴയൊക്കെ ആയിരുന്നതുകൊണ്ട് പാകാവട്ടെ. ചൂടുവെള്ളത്തിനാണ് കേട്ടോ കുഴച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടാറിയതിന് ശേഷം പിന്നെ നന്നായിട്ട് തന്നെ അവിടെ കുഴച്ചെടുക്കട്ടെ. എനിക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ അതിന് ശരിയാവണമെങ്കിൽ നമ്മൾ അടുക്കളയിലെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് തന്നെ അത് കുഴച്ചിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ചിക്കൻ കറി വെക്കണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ അടുത്തൊരു തേങ്ങ പൊളിച്ച് തരാൻ പറഞ്ഞതാണ്. അപ്പോൾ തേങ്ങേൻ്റെ കോലം കണ്ടാണ്ടോ പേടിയാവണില്ല കണ്ടിട്ട്. അതിൻ്റെ കണ്ണും മൂക്കും എല്ലതും കൂടി കണ്ട ഒരു ദുഷ്മനോട്ടല്ലേ. അപ്പോൾ അതൊന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ചപ്പാത്തിയുടെ പരത്താൻ തുടങ്ങി. ഏട്ടൻ അതാക്കണു അവിടെ തേങ്ങ ചെറുകി തരികയാണ് കേട്ടോ. പിന്നെ ആൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു സഹായം തന്നെയാണ്. നല്ല സഹായം ചെയ്യും കേട്ടോ ആൾ. അപ്പോൾ എല്ലാ പണികളും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ തന്നെ ആകപ്പാടെ ഒരു മടുപ്പാവുമല്ലേ. അപ്പോൾ ആ സമയം ഇവരാരെങ്കിലും അതൊക്കെ ഒന്ന് വന്നാണ്ട് ഒരു തേങ്ങ ചിരവി തരുന്ന സഹായമാവട്ടെ, ഒരു ഉള്ളി തോലൊളിച്ച് തരുന്ന സഹായമാവട്ടെ, അത് നമുക്ക് എപ്പോഴും എനിക്കത് ഭയങ്കര പ്രിയപ്പെട്ടതാണ് കേട്ടോ. ആ ഒരു സഹായങ്ങൾ അത് ഞാൻ പറയും ചെയ്യലുണ്ട്. അങ്ങനെ ചപ്പാത്തി പരത്തലൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ കറിക്കുള്ള കഷ്ണങ്ങളും സംഭവങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ചപ്പാത്തി മൂപ്പര് ചുടാന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് ചുടുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ എന്നാൽ ചിക്കൻ കറിക്കുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചപ്പാത്തി പരത്തിയോടൊക്കെ വൃത്തിയോടായി കിടക്കിയിരുന്നു കേട്ടോ. അവിടെയൊക്കെ നല്ലോണം ഒന്ന് പുതിർത്തി നന്നായിട്ട് തുടച്ചിട്ട് എടുക്കേണ്ട. ഉണങ്ങി പിടിച്ച് കഴിഞ്ഞാൽ ആകെ വൃത്തികേടാണല്ലോ. അപ്പോൾ ഞാനിനി കറി വെക്കാനുള്ള പരിപാടിക്ക് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിക്ക് ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഉള്ളി വാടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാളൊക്കെ വഴന്ന് വരുന്ന സമയത്ത് തന്നെ നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, പിന്നെ കുറച്ച് ഗരം മസാല ഉണ്ട്, ഇത്തിരി മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ഒന്നുകൊണ്ട് മൂത്ത് വരുന്ന സമയത്ത് തന്നെ നമ്മൾ തക്കാളി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഒന്നുകൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൊണ്ട് കുറുക്കി എടുക്കുകയാണ്. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ്റെ പീസുകളും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിൽ ഉപ്പ് നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അതിലൊന്ന് കിടന്ന് വേവട്ടെ കേട്ടോ. ചില സമയത്ത് ചിക്കൻ വാങ്ങിക്കഴിഞ്ഞാൽ വലിയ കഷ്ണങ്ങളാവും കേട്ടോ. അത് പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടൊന്ന് ചെറുതാക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ വാങ്ങുമ്പോൾ തന്നെ ഞാൻ പറയാനുള്ളത് എന്താണ്, ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള കഷ്ണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് നല്ല ചെറുതാക്കിയിട്ട് തന്നെ തരും കേട്ടോ. അത് അങ്ങനെ വാങ്ങിയ പീസുകളാണ്, അതാണ് അത്ര ചെറുതായിട്ടുള്ളത്. ഓരോ പണി എടുക്കുമ്പോൾ തന്നെ മറ്റുള്ള പണി നമ്മളെ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ജോലികളൊക്കെ പെട്ടെന്ന് തീരുന്നുള്ളതാണല്ലോ. അപ്പോൾ അതാക്കണം നമ്മൾ കറക്കി അവിടെ അടുപ്പത്ത് വെച്ച സമയത്ത് തന്നെ ഞാൻ തുണികൾ അലക്കാൻ വേണ്ടിയിട്ട് മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ സോപ്പ് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം അതവിടെ കിടന്ന് നന്നായിട്ട് തിരുമ്പി ഉണക്കിയിട്ട് നമ്മൾ വിളിക്കുമ്പോൾ തുണികളെടുത്തിട്ട് ഒന്നിട്ട് തോരട്ടാൽ മതിയല്ലോ. അപ്പോൾ അതവിടെ കിടന്ന് ഓരോട്ട് തിരുമ്പി ഉണക്കി തരട്ടെ. അങ്ങനെ കറിയൊക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് തേങ്ങാപ്പാൽ ഒന്നുകൂടി പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് തന്നെ അരച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ ജാറിൽ വെച്ചിട്ട് അരച്ചാലും മതി. ഇത്ര ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരച്ച് കഴിഞ്ഞാൽ നമ്മളെ തേങ്ങയുടെ പാലൊക്കെ ഫുള്ളായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഒരു ജോർജറ്റിൻ്റെ തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അരിപ്പയല്ല കേട്ടോ. അരിപ്പയാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ അങ്ങനെ ആക്കി നിൽക്കണം. ഇതാകുമ്പോൾ ഒന്നിച്ചാണ് ഇട്ട് കൊടുത്തിട്ട് ഒരൊറ്റ പിഴിച്ചിലാണ് പിഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി തേങ്ങാപ്പാൽ ഇവിടെ റെഡിയാവും.
മുരിങ്ങക്കായൻ്റെ വണ്ണം കണ്ടാവും വീട്ടിലുണ്ടാവണം മുരിങ്ങക്കായ. അപ്പോൾ ഇത് നമ്മളെ വീട്ടിലുണ്ടായിട്ടുണ്ടായിരുന്ന മുരിങ്ങക്കായ കേട്ടോ, നല്ല വണ്ണത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നല്ലോണം മുരിങ്ങമ്മ കായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഇതാ നമ്മൾ ചിക്കനൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാൽ കണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. മാത്രമല്ല ഒരു 10 അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് അതും കൂടി നല്ലോണം അരച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിനൊപ്പം തന്നെ കണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ കറി ഇവിടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ രാവിലത്തെ പലഹാരത്തേക്ക് അല്ലെങ്കിൽ പത്തിരി ചപ്പാത്തി അങ്ങനത്തെ സംഭവത്തേക്കാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചോറിനിക്ക് ഇത് അത്ര തന്നെ ഒരു രുചി ഉണ്ടാവില്ല. എനിക്ക് എൻ്റെ ഇഷ്ടം അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചതൊന്നും ചോറിക്ക് വലിയൊരു പിടുത്തല്ല കേട്ടോ, എന്നാലും കഴിക്കും. പിന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമാണ്. നമ്മളെ മക്കളൊന്നും നെയ്ച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഞങ്ങളിത് കഴിച്ചിട്ട് അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നീക്കട്ടെ. രാവിലത്തെ ചായപരിപാടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണ തിരക്കായിട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കുകയാണ്. സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങും ചിന്നു. അപ്പോൾ ഒരു ഉപ്പിലിട്ട മാങ്ങയാണ് കേട്ടോ ഒന്ന് അവർക്ക് കൊടുത്തയക്കുന്നത്. ഉപ്പിലിട്ടതിനോട് ചിന്നുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളക്കുപ്പിയിൽ ഇപ്പോൾ ഒക്കെ ചൂടുകാലം ആയതുകൊണ്ട് തന്നെ ഇത്തിരി വലിയ വെള്ളക്കുപ്പി തന്നെയാണ് കേട്ടോ വെള്ളം കൊടുത്തയക്കൽ. ദാഹം കുട്ടികൾക്ക് ഭയങ്കര അല്ലേ. ഉപ്പിലിട്ട മാങ്ങ അവൾക്ക് പാത്രത്തിലാക്കി കൊടുത്തപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു മാങ്ങ കഴിക്കട്ടെ എന്ന്. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ, നല്ല പാകമായിട്ടുള്ള മൂപ്പായിരുന്നു. അപ്പോൾ എന്തായാലും ചിന്നപ്പനൊന്ന് പറഞ്ഞേക്കട്ടോ, എന്നിട്ട് വേണം ഈ മാങ്ങ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവൾക്ക് ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഓണം പറഞ്ഞയച്ചിട്ടുണ്ട്. വലിയൊരു കടമ്പയാണ് മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ സ്കൂളിലേക്ക് പാത്രത്തിൽ ഞാനൊന്ന് ഉപ്പുമാങ്ങയാണ് ഇട്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഉപ്പുമാങ്ങ ഇഷ്ടമില്ലാത്തല്ല ആരുള്ളത്, ഞങ്ങളെ കൊതിപ്പിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ വയനാട്ടിൽ പോയപ്പോൾ അവിടുന്ന് ചേച്ചി നന്നായിച്ചതാ. നമ്മളവിടെ മാങ്ങയും ചക്ക ഒന്നുമില്ല ഇപ്രാവശ്യം. ചക്കയൊക്കെ ഇഷ്ടംപോലെ പ്ലാവുണ്ട്, മുറ്റടിച്ച് വരാൻ ചമ്മല ഉണ്ടെന്നുള്ളൂ. അല്ലാതെ ഇപ്രാവശ്യം ഇടിച്ചക്കയില്ല, ആയിട്ടില്ല. ഇനി ഉണ്ടാവും എന്താ അറിയില്ല. എന്തായാലും കണ്ണി മാങ്ങ ഉപ്പിലിട്ട് കുരു മൂത്തിട്ടില്ല, നല്ല ടേസ്റ്റാ. ആദ്യമൊക്കെ ഇപ്പോഴും ചിന്നൂട്ടിക്ക് ഇഷ്ടമാട്ടോ കണ്ണിമാങ്ങ കണ്ടെങ്കിൽ പെറുക്കി കൊണ്ടുപോയാലും ഉപ്പിലിടാനൊക്കെ. ബസ് വന്നു, ചിന്നപ്പം പോയി. കുറച്ചുകൂടി മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞിട്ട് ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് നല്ല പ്ലാവിൻ്റെ ഇലയിലോ വാഴയില ചിന്തിലോ ഒക്കെ ആയിട്ട് കുട്ടികളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കണം. ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ വയ്യ. നെക്സ്റ്റ് കാലം ഇപ്പം അമ്മാവണ് പച്ചമാങ്ങ വീട്ടിൽ കൊണ്ടുവന്നിട്ടും നമ്മൾ മക്കളൊത്ത് കഴിക്കണതും അന്ന് കൂട്ടുകാരൊപ്പം കഴിക്കുന്നതും വലിയ മാറ്റം ഉണ്ടല്ലേ. ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. പക്ഷെ ഇപ്പോഴത്തെ മക്കൾക്കൊന്നും പറഞ്ഞാൽ അറിയില്ല കേട്ടോ. മാവിൻ്റെ ചോട്ടിൽ കാത്തിരിക്കും പഴുത്ത മാങ്ങ വീഴാൻ വേണ്ടിയിട്ട്. അണ്ണന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അണ്ണാകുഞ്ഞെ ഒരു മാങ്ങ പറിച്ച് തരുമെന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഞാനൊക്കെ ശരിക്കും ആസ്വദിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കുട്ടിക്കാലം ഞാൻ മുതലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ എന്ത് അറിയാം, ഒന്നും അറിയില്ല. മൊബൈലിൻ്റെ വിലവോട് കൂടിയിട്ടാണല്ലേ അതിനൊക്കെ മാറ്റം വന്നത്. ഇതൊക്കെ അങ്ങനെ തോന്നലുണ്ടെങ്കിൽ ഒന്നൊരു കമൻറ്റ് ചെയ്തോളി കേട്ടോ. മൊബൈലിൻ്റെ വരവോട് കൂടി തന്നെയാണ് നമ്മളെ എന്താ പറയുക ചിന്താഗതിക്കും സ്വഭാവത്തിനും ഒക്കെ കാലഘട്ടം തന്നെ മാറ്റിമറിച്ചു എന്ന് പറയാം. അയ്യോ സമയം കുറേ ആയി. ഇനി ചോറും ഒക്കെ വയ്ക്കണം. പ്രൈമർ അടിക്കുവാണോ? അപ്പം ഇനി ചോറും കറിയൊക്കെ വെക്കാൻ കേട്ടോ. ചില കൂട്ടുകാർ പറയലുണ്ട് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കണ്ട് മടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ ചെയ്യുക. ഞാനിപ്പോൾ ഈ വീട്ടിലിരിക്കുമ്പോഴേക്കും ഇങ്ങനത്തെ വീഡിയോ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് നമുക്ക് പുറത്ത് പോയിട്ടൊന്നും വീഡിയോ എടുക്കാനുള്ള സൗകര്യം സാഹചര്യം ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഏട്ട ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് കുറച്ച് വയനാട് വ്ളോഗൊക്കെ ചെയ്യാൻ പറ്റിയതില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നിട്ട് ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ തന്നെ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പുറത്ത് പോകാൻ നമുക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല,
അപ്പോൾ ആ ബുദ്ധിമുട്ടും കൂടി കൂട്ടുകാരൊന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ചോറിനുള്ള വെള്ളപ്പാട് വെച്ചത് കാണിച്ചു തന്നല്ലോ. ഇനി നമ്മളെ കുറച്ച് അവിയലാണ്. അവിയലൊക്കെ ഒരുപാട് പ്രാവശ്യം ഞാൻ കാട്ടി തന്നതാണ്. അത് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കാട്ടിത്തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവിയൽ കഷ്ണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൊടിയുള്ള ഐറ്റംസ് ഒന്നും ഇപ്പോൾ ഇതിലില്ല കേട്ടോ. അതായത് നമ്മുടെ ചേന, കായ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ അവിയൽ അത്ര നീറ്റൊന്നും ആവില്ല കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമ്മളുള്ള കഷ്ണം കൊണ്ട് നമ്മൾ പൂതിക്ക് അവിയൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായ ഉണ്ടായിരുന്നു, 2 ക്യാരറ്റും ഉണ്ട്, പിന്നെ ഒരു കഷ്ണം കൈപ്പക്കി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഒക്കെ വെള്ളത്തിൻ്റെ അംശം കൂടിയിട്ടുള്ള പച്ചക്കറികളാണ് എന്നുള്ളത്. അപ്പോൾ ഉള്ളതുകൊണ്ട് നമുക്ക് കണ്ട് ഒപ്പിക്കുക കേട്ടോ. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ഒന്നുകൊണ്ട് അരിയട്ടെ. അവിയലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പച്ചക്കറികളൊക്കെ നല്ല ചെറുതാക്കി അരിയുമ്പോഴാണ് കേട്ടോ അവിയലിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോഴുള്ളൂ അതിൻ്റെ ആ ഉപ്പും പുളിയൊക്കെ നമ്മളെ കഷ്ണത്തുമ്മൽ ചേരുക കേട്ടോ. പിന്നെ നമ്മളെ മുരിങ്ങക്കായ്ക്കൊക്കെ അത്യാവശ്യം നല്ല വണ്ണം ഉണ്ടായതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്നുകൊണ്ട് നടു പൊളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലാച്ചെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഉപ്പും പുളിയൊന്നും ചേരൂല. അപ്പോൾ പിന്നെ എന്തായാലും ഒരു മൺചട്ടിക്കാണ്ട് ആക്കി കൊടുത്തിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ. പിന്നെ അതിക്ക് ഇത്തിരി മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കഷ്ണങ്ങളോടെയാതിരിക്കാൻ കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം അടുപ്പത്തോടെ വെക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അരിയൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അവിയലിക്കുള്ള തേങ്ങ ചതച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കഷ്ണം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു കേട്ടോ. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 കറിവേപ്പില നമ്മൾ തേങ്ങയും കൂടി ഒന്നങ്ങോട്ട് ചതച്ചിട്ട് എടുക്കട്ടെ. പിന്നെ നമ്മളെ കഷ്ണങ്ങളൊക്കെ അവിടെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് അതിക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒന്ന് കട്ട ഉടയ്ക്കേണ്ടതായിരുന്നു കേട്ടോ. പക്ഷേ ഞാനൊന്ന് കള്ളപ്പണി ചെയ്തു. അതുപോലെ കൊണ്ട് ഒഴിച്ച് കൊടുത്തു. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല പുളിയുള്ള തൈരായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പം തന്നെ നമ്മൾ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. എനിക്ക് ഇന്നത്തെ അവിയൽ അത്ര ഇഷ്ടമായിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ള എല്ലാ കൂട്ടുകളും നമുക്ക് റെഡി ആയെങ്കിൽ തന്നെ ഉള്ളൂ അവിയൽ പോലെ ആവുക. മറ്റത് വലിയ കുഴപ്പമില്ല, കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ട്. അത് കാണാനും കൂടി അതിൻ്റേതായിട്ടുള്ള ഒരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ മറ്റുള്ള സാധനങ്ങളും കൂടി ഉണ്ടാവണമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നത്തെ അവിയൽ എനിക്ക് ഇഷ്ടമായിട്ടില്ല. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീര തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല നമ്മൾ അടുത്തൊക്കെ പാടൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല പറിച്ച് കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ വിൽപ്പനയ്ക്കൊക്കെ വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള ചീരയായിരുന്നു. ഒരു വാടലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അതങ്ങോട്ട് താളിക്കാന്ന്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചുവന്ന ചീര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് താളിക്കാം. ചിക്കൻ കറിയുണ്ട്, അവിയലുണ്ട്, ചീര താളിക്കാം. അപ്പം ഇന്നത്തെ ഊണ് കുശാലാവും. ചീരയൊക്കെ അരിഞ്ഞ് വെച്ചപ്പോഴേക്കും നമ്മൾ മെഷീനിലിട്ട ആൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തുണികളൊക്കെ ഉണങ്ങി കൊണ്ടുപോയി തോരട്ടോളിന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതൊന്നും ഏതായാലും അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്നായിട്ട് വിരിച്ചിടുകയാണ്. പിന്നെ ഇപ്പം എങ്ങനെ തോരട്ടാലും ഉണങ്ങാത്ത കാലമൊന്നും അല്ലല്ലോ. പൊരി വെയിലല്ലേ, ചൂടുമാണ്. തുണികളൊക്കെ ഭയങ്കരമായിട്ട് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ചീരയൊക്കെ നന്നായിട്ട് തന്നെ വെച്ചിട്ട് ഇനിയിപ്പോൾ ഓഫ് ചെയ്യാം. അപ്പോൾ ചീരയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ അമ്മൂട്ടിക്ക് ഒരു കൊറിയർ വന്നത് കേട്ടോ. അപ്പോൾ അവൾ ഓർഡർ ചെയ്തൊരു സംഭവമായിരുന്നു. അപ്പോൾ സംഭവം എന്താണെന്ന് ഞാൻ കാട്ടിത്തരട്ടെ. ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് കണ്ടെങ്കിൽ അവൾ അതവിടെ ഇട്ട് വെച്ച് പോയി. അപ്പോൾ പിന്നെ ഞാൻ തന്നെ അത് തുറക്കേണ്ടി വന്നു. ഇതേമാതിരി വല്ല പെട്ടിയും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറങ്ങനെ പൂമാല കട്ടിയാമായിരിക്കാണ് കേട്ടോ. എനിക്ക് ആ പെട്ടെന്നൊന്നും തുറക്കാനൊന്നും കിട്ടൂല. അപ്പോൾ അമ്മ എന്നെ അവിടെ നിന്നാണ് ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ട് നിങ്ങൾ എന്താ അത് ചെയ്യണത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അങ്ങനെ എന്തായാലും പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് തന്നെ അത് പൊളിക്കാനൊന്നും വലിയ സുഖത്തിൽ പറ്റിയില്ല കേട്ടോ. പിന്നെ അമ്മൂട്ടി അത് കൊണ്ടുപോയി അങ്ങനെ അണ്ടിപ്പോയി എണ്ണാൻ്റെ അവസ്ഥയായി. എന്തായാലും എനിക്ക് പിന്നെ തന്നിട്ടുണ്ട് കേട്ടോ, പൊട്ടിച്ചൊന്ന് കാട്ടി കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു പെട്ടി തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിക്കഴിഞ്ഞത്. സംഭവിക്കാൻ അറിയുന്നത് എന്താണെന്ന്, പക്ഷേ നല്ല അടിപൊളി സാധനമാണ്. ഞാൻ നിങ്ങൾക്കും കൂടി ഒന്നൊരു കാട്ടി തരട്ടത്. എന്ത് സംഭവം എന്നറിയോ, നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കമ്മൽ കാണുന്നില്ല. അപ്പോൾ ഇതൊരു കമ്മലിൻ്റെ പെട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള കമ്മലുകളായിരുന്നു, ഒക്കെ സ്റ്റഡുകളാണ് കേട്ടോ. അപ്പോൾ അവൾ വലിയതായിട്ടൊന്നും വലിയ കാതിലേക്ക് കാണാൻ മാത്രമുള്ളൊന്നും ഇടില്ല, ചെറുതാളെ ഇടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിരുന്നു. സംഭവം സൂപ്പറാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് സംഭവം കാണാൻ. പിന്നെ സിൽവർ കളറും ഉണ്ട്, ഗോൾഡൻ കളറും ഉണ്ട്, 2 കളറായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. കല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഈ കമ്മലുകളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ദിവസം മാറ്റി മറിച്ചൊക്കെ ഇട്ടിട്ട് പോവാട്ടോ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്മലിൻ്റെ പെട്ടിയൊക്കെ കുഴങ്ങി നിൽക്കണ നേരത്താണ് കേട്ടോ ഒത്തിരി മോരും വെള്ളം കുടിക്കാൻ തോന്നിയത്. അപ്പം മോരും വെള്ളം ഉണ്ടാക്കുകയാണ്. ചെറിയുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു പച്ചമുളക് കൊടുത്തിട്ടുണ്ട്.
ഒരു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്ത് മിക്സീൻ്റെ ചാറിലിട്ട് നല്ലോണം നണ്ട് അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മോരണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ചതച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഈ സുനകളൊക്കെ കണ്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളെ മോര് ഇങ്ങനെ കുടിക്കാൻ പറ്റൂലല്ലോ, അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലോണമാണ് നീട്ടിപ്പാരി തന്നെ. പിന്നെ പാകത്തിനുള്ള ഉപ്പിട്ട് കണ്ട് നന്നായിട്ടുണ്ട് ഇളക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ള മോര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം അരിച്ചിട്ടില്ല കേട്ടോ. എന്താ അറിയോ, അതൊക്കെ മീശ അരിപ്പായിട്ട് മീശ കൊണ്ടാണ്ട് അരിച്ചേക്ക്. അമ്മേ മോരുവെള്ളം തന്നെ അല്ലേ സൂപ്പർ സാധനം. അപ്പം ഇന്നത്തെ വീഡിയോ മോരുവെള്ളത്തോട് കൂടിയാണ് ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പം ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.